തിരുമേനി, ഈ പഠന ശൈലിയുടെ ഒരു പ്രശ്നം ആയിട്ടല്ല ഞാൻ അത് സൂചിപ്പിച്ചത്. വ്യത്യസ്തങ്ങളായ സമൂഹത്തിൽ നിന്ന് വരുന്ന ആളുകൾ ഈ സഭയുടെ അംഗമായി തീരുമ്പോൾ അവർക്ക് ഈ സഭയുടെ വിശ്വാസത്തെയും മാഹാത്മ്യത്തെയും ഇച്ചിരൂടെ ബോധ്യപ്പെടുന്നതിൽ ഞാൻ ഈ സഭയുടെ ആണ്, ഞാൻ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണെന്നാണ് ഇപ്പോഴും പലരും പറയുന്നത്. അങ്ങനെയല്ല എന്ന് പറയുന്ന രീതിയിലേക്ക് അവരെ മാറ്റിയെടുക്കാൻ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അച്ഛാ, നമുക്കതിനകത്തുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരാൾ സഭയിലേക്ക് വരുമ്പോൾ ഒരാളെ വിശ്വാസം പഠിപ്പിക്കുക എന്നുള്ളൊരു പ്രോസസ്സില്ലേ? പക്ഷേ ഇടിപിടിയും നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അതാണ് പ്രശ്നം. ഇപ്പോൾ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒന്നാണ് അമേരിക്കൻ ഡയസസുകൾ. അവിടെ മറ്റ് സഭാവിഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ സഭയിലേക്ക് വിവാഹം ചെയ്യാൻ വരുന്നതിന് മിനിമം 1 വർഷത്തെ പഠനം നടത്തിയേ പറ്റുകയുള്ളൂ. അതിനവിടുത്തെ അച്ഛന്മാർ മെനക്കെടാറുണ്ട്, അതിന് പഠനം നടത്താറുണ്ട്. അവർ വില്ലിങ്ങുമാണ്. വരും. എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഒരു കൊറിയൻ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ചു. 1 വർഷമാണ് അച്ഛൻ വിശ്വാസ പഠനവും പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങുമായിട്ട് അവർക്ക് നടത്തിയത്. ഇപ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ അവനെ കണ്ടു. ഇവിടെ ജനിച്ചു വളർന്ന എല്ലാവരെയും വളരെ ആഴമായ വിശ്വാസ സ്ഥൈര്യം ആ ചെറുപ്പക്കാരനിൽ ഞാൻ കണ്ടു. നമ്മൾ കുമ്പസാരിക്കാൻ നേരത്താണ് ഇതെല്ലാം കൂടെ പറയും. അപ്പം എന്ന് പറഞ്ഞാൽ വീണ്ടും ഞാൻ അതിലേക്കാണ് വരുന്നത്. നമ്മുടെ പഠന പ്രക്രിയ പരാജയപ്പെട്ടു പോയി. ടീച്ചിങ്ങും ലേണിങ്ങും ഇല്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയും ലോകത്തിൽ നിലനിന്നിട്ടില്ല. നമ്മളപ്പോൾ അതിൻ്റെ ഒരു ഡൗൺ ഹില്ലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് റിവൈവ് ചെയ്യാതെ ഒരു മാർഗവുമില്ല, പഠിപ്പിക്കാതെ ഒരു മാർഗവുമില്ല. അതിനും നവമാധ്യമങ്ങൾ നമുക്ക് ഉപയോഗിച്ചുകൂടെ? നവമാധ്യമങ്ങളുടെ ലോകമാണിത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സയൻസും ടെക്നോളജിയും മാധ്യമങ്ങളും വചന ശുശ്രൂഷയ്ക്കും പഠനത്തിനും ഉപയോഗിച്ചേ പറ്റുകയുള്ളൂ. സൺഡേ സ്കൂളിൻ്റെ പുതിയ പരീക്ഷാ ശൈലിയെ പറ്റിയും തിരുമേനി അങ്ങനെ തന്നെയാണോ കാണുന്നത്? പക്ഷെ അത് ഈ പരീക്ഷ എന്ന് പറയുന്നതിനകത്തും പുതിയ സെക്യുലർ സിസ്റ്റത്തിലുണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എക്യുപ്ഡ് ആകണം. പിന്നെ ഇപ്പോഴത്തെ എനിക്കറിയില്ല, പൂർണ്ണമായും ഞാൻ വിമർശിക്കുകയൊന്നുമല്ല, ഈ യെസ് ഓർ നോ അല്ലെങ്കിൽ വൺ വേർഡ് ഒരിക്കലും ഒരാളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ അളക്കാൻ പര്യാപ്തമല്ല എന്ന് 100% ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും എന്തുകൊണ്ടാണ് നമ്മളൊരു PhD പ്രോഗ്രാം ചെയ്താൽ പോലും നമുക്ക് പേപ്പറുകൾ അവതരിപ്പിക്കേണ്ടതായിട്ടുള്ളത്? അപ്പോൾ അതുകൊണ്ട് അത് പുനഃപരിശോധിക്കണം. നമുക്കൊരു പക്ഷേ നമ്മുടെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറിയേ പറ്റുകയുള്ളൂ. വീണ്ടും നമ്മളിതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് നമുക്ക് അത്തരം ഫീഡ്ബാക്സുകളാണ് കിട്ടുന്നത്. അടിസ്ഥാനപരമായ പ്രാർത്ഥനകൾ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. അത് ചോദിക്കാനുള്ള ഒരു ഓപ്ഷൻ ഏറ്റവും കുറഞ്ഞത് ബാംഗ്ലൂർ ഭദ്രാസനത്തിൽ ഞാൻ ഔട്ട്സൈഡ് കേരളയിൽ സൺഡേ സ്കൂളിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ അവരോട് പറഞ്ഞു, എല്ലാ ക്ലാസ്സിലും ഒരു പ്രാർത്ഥനയും ഒരു ആരാധന വീതവും ഫിക്സ് ചെയ്യുക. ഇതവരെ ഓറലായിട്ട് പറഞ്ഞാൽ മതി, അവർക്ക് ഫുൾ മാർക്ക് കൊടുക്കുക, ബാക്കി അവർ എഴുതിയാൽ മതി. എൻ്റെ ഉദ്ദേശം ഇതേ ഉള്ളായിരുന്നു. 12 വർഷം പഠിച്ചു കഴിയുമ്പോൾ 12 പാട്ടും 12 പ്രാർത്ഥനയും ഈ കുട്ടി പഠിക്കും. കൃത്യമായിട്ട് പഠിക്കും. ഇപ്പോൾ ഒന്ന് ചോദിച്ചു നോക്കി, ഞാനും അച്ഛനുമൊക്കെ സൺഡേ സ്കൂൾ പഠിക്കുമ്പോഴും OVS പഠിക്കുമ്പോഴും എത്ര വാക്യം പഠിക്കുമായിരുന്നു? ഒരു വർഷം നമ്മൾ ആവറേജ് ഒരു 10-50 വാക്യമെങ്കിലും പഠിക്കത്തില്ല. തീർച്ചയായിട്ടും. ഇപ്പോൾ പഠിക്കുന്നുണ്ടോ? അതിനകത്ത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പക്ഷേ പഠിപ്പിക്കുന്നുണ്ടോ? കാണാറുമില്ല. അപ്പോൾ ഇതൊക്കെ പഴഞ്ചനാണെന്ന് നമുക്ക് തോന്നിയാലും അടിസ്ഥാനം ഇളകിപ്പോകുന്ന മെത്തഡോളജി ആണെങ്കിൽ തിരുത്തുക തന്നെ വേണം. സഭയുടെ ആത്മീയ പ്രസ്ഥാനങ്ങളുടെ മൊത്തത്തിൽ നമ്മൾ എടുക്കുമ്പോൾ ഇത്തരം മാറ്റങ്ങൾ വാർഷിക സമ്മേളനങ്ങളിലും പൊതുസമ്മേളനങ്ങളിലും കാണാറുണ്ട്. പ്രത്യേകിച്ച് തിരുമേനിയുടെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ തിരുമേനിക്ക് തന്നെ അറിയാം, വൈദികരായ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ MGOCSത്തിൻ്റെ ചുമതല ഇപ്പോൾ തിരുമേനിക്കുണ്ട്. MGOCൻ്റെ ആദ്യ കോൺഫറൻസുകളൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ഈ സെഷൻസ്, ബൈബിൾ സെഷൻസ്, സ്റ്റഡി സെഷൻസ് കൃത്യമായി സഭയും ആരാധനയും ചരിത്രവുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്നതാണ്. അതല്ല, റിക്രിയേഷൻ എന്ന് പറയുന്നത് വളരെ ഒരു നൈറ്റിൽ എപ്പോഴെങ്കിലും ഒരു മണിക്കൂർ അല്ല 1.5 മണിക്കൂറിൻ്റെ ഒരു ആഫ്റ്റർ ഡിന്നർ ഒരു പ്രോഗ്രാമായിരുന്നു. സിനിമാ താരങ്ങളോ മുഖ്യധാര താരങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മോട്ടിവേഷൻ
സ്പീക്കേഴ്സ് വന്നു തുടങ്ങി, കൗൺസിലിംഗ് രംഗത്തുള്ളവർ വന്നു തുടങ്ങി. കൗൺസിലിംഗ് രംഗം കഴിഞ്ഞ് ഇച്ചിരി മോട്ടിവേഷണൽ ഇച്ചിരി പറഞ്ഞ് ചിരിപ്പിക്കാൻ പറ്റുന്ന ആളുകൾ വന്നു തുടങ്ങി. ആ ചിരിയുടെ ഒരു തലമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ മൊത്തത്തിലൊരു 4 പേരറിയുന്ന ഒരു വ്ളോഗറോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറോ ഒക്കെ വന്ന് കാര്യങ്ങൾ പറയുന്നു. ഇതിൽ പല ആളുകൾക്കും സഭയുമായി യാതൊരു ബന്ധവും ഒന്നുമില്ല. അതൊക്കെ കഴിഞ്ഞ് അടുത്ത ഒരു തലമാണ് ഇപ്പോൾ ചാനലുകളിലും അവിടെ ഇവിടെയുള്ള ചെറുതും വലുതുമായ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള എല്ലാവരും കുത്തി നിറയ്ക്കുന്നു, ഒരു സംസാരം ഉണ്ടാകുന്നു. അറ്റ് ദ എൻഡ് എന്താണ് നമ്മുടെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം അല്ലെങ്കിൽ യുവജന പ്രസ്ഥാനം? എനിക്ക് തോന്നുന്നു മർത്തോറി സമാജം മാത്രമാണ് ഇപ്പം ഇതിൽ നിന്ന് ഇച്ചിരി ഭേദപ്പെട്ട് നിൽക്കുന്നത്. പ്രാർത്ഥനയോത്തിന് അങ്ങനെ ഒരു ക്യാമ്പായിട്ടുള്ള സമ്മേളനവും ഇല്ല. നമുക്കിത് അന്യം നിന്ന് പോകില്ല, കൈവിട്ട് പോകില്ല, വേണ്ട എന്നുള്ള അഭിപ്രായത്തിലല്ല ഈ ചോദ്യം വരുന്നത്. പക്ഷേ ഒരു പരിധി നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയില്ലേ? പിള്ളേർ പറയുന്നത് ബോറിംഗ് ആണ്. പുൾപ്പിറ്റിൽ പിടിച്ചു നിന്നുകൊണ്ട് 1 മണിക്കൂർ എത്ര ആഴമായ ദൈവശാസ്ത്രം പറഞ്ഞാലും കേൾക്കുന്നില്ല. അപ്പോൾ ഇത് വേണമെന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ മനസ്സിലിപ്പോൾ ഉണ്ട് ഒരാഗ്രഹമുണ്ട്, ഒരു റിട്രീറ്റ് MGOCism, 3 ദിവസം കംപ്ലീറ്റ് സൈലൻസ്, നോ മീഡിയ, നോ മൊബൈൽ ഫോൺ, ആരാധനയ്ക്ക് പ്രാധാന്യം, മെഡിറ്റേഷന് പ്രാധാന്യം. ഇപ്പോൾ ഇവിടെ തുമ്പോൺ ഭദ്രാസനത്തിലെ 8ാം ക്ലാസ്സിലെ ഓരോ കുട്ടികളെ 83 പള്ളികളിൽ നിന്നും വിളിച്ച് 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രമായി ഒരു ക്യാമ്പ് നടത്തി. 3 തീമായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. 1 ജീസസ് പ്രയർ, 2 ഐക്കണോഗ്രഫി, 3-മത്തേത് എക്കാറ. വളരെ ഭംഗിയായിരുന്നു. മറ്റേതൊരു വശത്ത് കാശുമൊക്കെ മുടക്കി നമ്മൾ ഒരു പരിപാടി നടത്തി അവസാനിപ്പിക്കും. പിന്നെ കുമ്പസാരം ഒന്ന് തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ കുമ്പസാരിക്കുന്നുണ്ട്. പക്ഷേ MGOCismൻ്റെ പഴയകാല കുമ്പസാരത്തിൻ്റെ 10-1 പോലും ഉണ്ടാകുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. മണിക്കൂറുകൾ കിട്ടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതും ആവശ്യമാണ്, അല്ലെങ്കിൽ ഒട്ടുകയും ഇല്ലാതെ അകന്നു പോകും. എന്നാൽ ഇതിനകത്തുനിന്ന് ആത്മീക കാമ്പുള്ള കുറേ പേരെ കണ്ടെത്തുവാനായിട്ടുള്ള പുതിയ പ്രോഗ്രാമുകൾ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടതായിട്ട് വരും. അതെ, അതാണ് പ്ലാൻ ചെയ്യുന്നത്. ഇത്തരം ആശയങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കോ അല്ലെങ്കിൽ മാതാപിതാക്കളിലേക്കോ നിരന്തരമായി എത്തിക്കാൻ ഉള്ള ഒരു പ്ലാറ്റ്ഫോം എന്തായിരിക്കും ഒരു ഇടവക മിനിസ്ട്രിയിൽ ഒരു വൈദികനെ സംബന്ധിച്ച്? കാരണം 10 കഴിയും 12 കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ ഇവിടുന്ന് പറന്നു പോവുകയാണ്, അവർ മറ്റ് വിദ്യാഭ്യാസ രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ്. അവിടെയാണ് എങ്ങനെയാണ് ഒരു വൈദികൻ്റെ ശുശ്രൂഷയിൽ, ഒരു ഇടവക ഭരണസമിതിയുടെ ശുശ്രൂഷയിൽ അവർക്ക് എങ്ങനെ ഇവരെ പിടിച്ചു നിർത്താൻ പറ്റും? ഇതിനകത്ത് ഞാൻ നിർദ്ദേശിക്കുന്ന ഒന്ന്, ആദിമ നൂറ്റാണ്ടിലെ സഭയിലുണ്ടായിരുന്ന ലേ മിനിസ്ട്രി തിരികെ പിടിക്കുക എന്നുള്ളതാണ്. ഒരച്ഛനെയും കൊണ്ട് മാത്രം ചെയ്യാവുന്ന ഒരു കാര്യമല്ലിത്. നേതൃത്വം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ആവറേജ് അച്ഛനും കുടുംബങ്ങളും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:200 ആണ്. അതിൽ കൂടുതലാണ്. 1:200 എന്ന് പറഞ്ഞാൽ 1:600 അല്ലെങ്കിൽ 500 പീപ്പിളാണ്. അച്ഛൻ പറഞ്ഞ് ഈ 1-to-1 ഒന്നും നടക്കില്ല. അത് നടത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് പരിശീലിപ്പിച്ചെടുക്കാവുന്ന ആ പള്ളിയിലെ തന്നെ അൽമായ നേതൃത്വത്തെ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അവർ 1-to-1 മീറ്റിങ്ങുകളുടെ കാലം കഴിഞ്ഞു. സഭാ മിനിസ്ട്രിയിൽ മീറ്റിങ്ങുകളുടെ കാലം കഴിഞ്ഞു. നമ്മുടെ സഭയിൽ ഇതുവരെ അത് കഴിഞ്ഞിട്ടില്ല. മറ്റുള്ള എല്ലാ സഭകളും തന്നെ അവരുടെ മിനിസ്ട്രി 1-to-1 മിനിസ്ട്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കുറേ കൂടെ പ്രൊട്ടസ്റ്റന്റ് സഭകൾക്ക് ഈസിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഒരു ക്ലർജി ഓറിയൻറ്റഡ് അല്ല അവരുടെ സഭാ ജീവിതമെന്ന് പറയും. നമുക്കങ്ങനെയല്ല. അപ്പോൾ ഇത് ഒന്ന് സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റീഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇപ്പോൾ വീണ്ടും ഞാൻ അമേരിക്കയെ ഉദാഹരിക്കുന്നതിൻ്റെ കാരണം അവിടെ ഇപ്പോഴുള്ള കുറേയധികം ചെറുപ്പക്കാർ സഭയുടെ വിശ്വാസത്തിലും ആരാധനയിലും പാരമ്പര്യത്തിലും താല്പര്യം കാണിച്ചതിൻ്റെ ഒരു പ്രധാന കാരണം അവരിൽ നിന്ന് തന്നെ വൈദികരുണ്ടായതും ആ വൈദികർ കാഷ്വലായിട്ടും അൺഒഫീഷ്യലായിട്ടും നമ്മുടെ കുട്ടികളുമായിട്ട് മീറ്റ് ചെയ്ത് സംസാരിക്കുന്നു എന്നുള്ളതും കൂടെയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ വിശ്വാസത്തിലേക്ക് നയിക്കുവാനായിട്ട് സാധിക്കും. അത് നമുക്ക് ഈ ഇന്ത്യയിലും നമ്മുടെ ഭദ്രാസനങ്ങളിലുമൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു മോഡലാണ്. നമുക്ക് എളുപ്പമാണ്.
എളുപ്പമാണ്. എളുപ്പമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒത്തിരി അധ്വാനമുണ്ട്. പണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സുവിശേഷ സംഘം എന്ന് പറഞ്ഞാൽ എൻ്റെ പള്ളിയിലുണ്ടായിരുന്ന, ഞങ്ങളുടെ പള്ളിയിൽ എൻ്റെ ഓർമ്മയിൽ 7 or 8 പ്രാർത്ഥനായോഗങ്ങളുണ്ടായിരുന്നു. അച്ഛൻ ഒരു പ്രാർത്ഥനായോഗത്തിലേ പോകത്തുള്ളായിരുന്നു. ബാക്കി 7 പോയിക്കൊണ്ടിരുന്നത് അച്ഛൻ ട്രെയിൻ ചെയ്ത് വിടുന്ന അൽമായരായ ആളുകളായിരുന്നു. പക്ഷെ അവരെ പഠിപ്പിച്ചേ വിടത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ 8 പ്രാർത്ഥനായോഗത്തിലും ഒരു ദിവസം തന്നെ അച്ഛൻ പോകും. ഒരു പ്രയോജനവും ഇല്ലാത്തൊരോട്ടം. ആളുകൾ ആ സാന്നിധ്യം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അതങ്ങനെ പൊക്കോട്ടെ. പക്ഷേ അതുകൊണ്ട് ഗുണമില്ല, ഒരു ഗുണവുമില്ല. നമ്മൾ പറഞ്ഞ ഒരു ഗുണം ഉണ്ടാകുകയില്ല. ഈ യുവ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ സംഘടനകളുടെ നേതൃത്വ രംഗങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു തള്ളൽ ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട്. ഒരു സ്ഥലത്തെ MLAയോ MPയോ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള ജനപ്രതിനിധികളെയൊക്കെ വിളിക്കുന്നതിനെ പറ്റിയല്ല ഈ പറയുന്നത്. നമ്മുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്ഥാനങ്ങൾ നേതൃത്വരംഗങ്ങളിലേക്ക് വരാനുള്ളൊരു ചവിട്ടുപടിയോ അല്ലെങ്കിൽ നമ്മുടെ നേതൃത്വരംഗങ്ങളിലെ സാധ്യതകൾ രാഷ്ട്രീയത്തിലേക്കുള്ള ചവിട്ടുപടിയോ ആയി മാറുന്നത് ഒരു വൈരുദ്ധ്യതയല്ലേ? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടത്. അത് വളരെയധികം ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ സഭയിൽ. ഒരു ഫസ്റ്റ് പ്രയോറിറ്റി സഭയല്ല. സഭയെ ഉപയോഗിച്ച് അവരുടെ വളർച്ച സാധ്യമാക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ പല സ്ഥലങ്ങളിലും സ്പഷ്ടമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അത് എവിടെയാണ് തടയിടാനൊക്കെ എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. ഈ നമ്മുടെ ആളുകൾ വളർന്നു വരുന്നവർ അവരുടെ രാഷ്ട്രീയ ഭാവിയെ മുന്നിൽ കണ്ട് വളരുന്നു. എന്നാൽ സഭയുടെ ആവശ്യങ്ങളിൽ അവരെ മുൻപന്തിയിൽ പലപ്പോഴും കാണുന്നില്ല. സഭയുടെ ആവശ്യങ്ങളിലൊക്കെ അവരുണ്ട്. ക്രിട്ടിക്കലായിട്ടുള്ള ഇടപെടേണ്ട റിസ്ക്കുള്ള സ്ഥലങ്ങളിൽ അവർ സ്വാഭാവികമായും അവരെ സേവ് ചെയ്തും പ്രൊട്ടക്റ്റ് ചെയ്തും ജീവിക്കും. അത് അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമല്ലേ? അതെ. നമ്മളുടെ സഭ അംഗമെന്ന നിലയിൽ നമ്മൾ ഇവരെ പിന്തുണയ്ക്കാറുണ്ടോ? നമ്മൾ ആരെയും അങ്ങനെ വളർത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയം നമുക്ക് അത്രമാത്രം അയിത്തമുള്ള ഒന്നാണ്. പക്ഷേ നമ്മുടെ കാര്യം കിട്ടാൻ വേണ്ടി മാത്രം അല്ല. ഒരു രാഷ്ട്ര നിർമ്മിതി എന്ന് പറയുന്നതും സഭയുടെ ദൗത്യമാണ്. ഞാൻ എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്. നമ്മളൊരു 15 വർഷത്തെ ടാർഗറ്റ് വെച്ചിട്ട് രാഷ്ട്രീയത്തിലേക്ക് പോകാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അതുമായി ചിന്തിക്കുന്ന കുറേ കുട്ടികളെ 15 വർഷത്തെ ടാർഗറ്റ് ചെയ്ത് ഓറിയൻറ്റ് ചെയ്യുക, വളർത്തിയെടുക്കണം. അവൻ 15 വർഷം കഴിയുമ്പോൾ ഏത് സ്ഥാനത്തേലും വന്നാൽ മതി. അതുകൊണ്ട് ഞാൻ പറയുന്നത് രാഷ്ട്രീയമായി വളരാനുള്ള ഒരു ഓറിയൻറ്റേഷൻ കൂടെ നമ്മുടെ പഠനത്തിൻ്റെ അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ്റെ ഭാഗമായി കൊണ്ടുവരണം. രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായി അവരേതെങ്കിലും പാർട്ടിയിൽ പോയിക്കോട്ടെ, നമ്മൾ പിന്തുണയ്ക്കുക തന്നെ വേണം. അതെ, തീർച്ചയായിട്ടും. എന്നാൽ ഞാൻ പറഞ്ഞത് അവരെ ഈ സഭയുടെ മുഖ്യധാരയിൽ നിർത്തി നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഓറിയൻറ്റേഷൻ വേണം. അപ്പോൾ അവർക്ക് തിരിച്ച് സഭയോട് സ്നേഹവും ഉണ്ടാകാൻ സാധ്യത. അതൊരു പരീക്ഷണമാണ്, നമുക്കറിയില്ല. അല്ല, കഴിഞ്ഞ കാലങ്ങളിൽ സഭയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ള പ്രഗത്ഭരായ നേതൃത്വ രംഗത്തിലുള്ള മന്ത്രിയായിരുന്ന സ്റ്റീഫൻ സാറിനെ പോലെയുള്ള ധാരാളം ആളുകളുണ്ട്. ഈവൻ അവസാനം ഉമ്മൻചാണ്ടി സാർ വരെയുള്ള ആളുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവർക്കെല്ലാം സഭയോടൊരു വ്യക്തിപരമായ ഒരു ബന്ധം, ആരാധന, കൗദാശിക ജീവിത തലങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. ആ പിന്തുണ നമുക്ക് കിട്ടും എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രതീക്ഷിക്കാം. അങ്ങനെ നമ്മൾ ഒരു ബന്ധത്തിൽ വളർത്തിയെടുത്താൽ. മറ്റേന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. അവരുടെ വഴിക്കൂടെ പോയി ഒരു നേതാവായി വരുന്നു, പിന്നെ അവരുടെ സഹായം തേടി നമ്മൾ ചെല്ലുന്നു. അവരെ കൊണ്ട് കഴിയാവുന്ന പറയാൻ മുമ്പ് പറഞ്ഞുള്ള റിസ്ക് ഫാക്ടർ ഇല്ലാത്ത എല്ലാ തലങ്ങളിലും അവർ നമ്മളിപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളവരെ പിന്തുണയ്ക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ടല്ലേ ഏതർത്ഥത്തിൽ സഭാംഗമെന്ന നിലയിൽ നമ്മൾ പിന്തുണയ്ക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം. നമ്മുടെ സഭാംഗങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മളവരെ പിന്തുണയ്ക്കുന്നു. അത് ഈ ഒരു എലക്ഷൻ കോണ്ടെക്സ്റ്റിൽ മാത്രമല്ല അതിനെ കാണേണ്ടത്. ആ രീതിയിലല്ല, അല്ലാതെ അവരുടെ ഒരു വളർച്ചയിൽ, ആ വളർച്ചയിൽ നമ്മൾ പൂർണ്ണമായും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അത് പോരാന്നാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അച്ഛന്മാരാകാൻ അല്ലെങ്കിൽ ഡോക്ടർമാരാകാൻ, നേഴ്സുമാരാകാൻ നമ്മൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് രാഷ്ട്രീയത്തിൽ വരാനും കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്താണ് അതിന് തെറ്റ്? യേശുക്രിസ്തുവിനെ അറിയുന്ന, ആത്മീയ ജീവിതം നയിക്കുന്ന, സഭയോട് കൂറും വിശ്വാസവും ഭക്തിയുമുള്ള കുറച്ച് ആളുകൾ രാഷ്ട്രീയ നേതൃത്വത്തിൽ വന്നാൽ എന്നാ പ്രശ്നം?
സഭയ്ക്കും സമൂഹത്തിനും സഭയ്ക്കും സമൂഹത്തിനും രാഷ്ട്രീയത്തിനും നല്ലതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ കൊടുക്കണം. നമ്മളുടെ സഭയുടെ കോടതി വിധികൾ നിരന്തരം വരുമ്പോഴാണ് ഇത്തരം രാഷ്ട്രീയ നേതൃത്വ രംഗത്തിൻ്റെയൊക്കെ ഒരു സാധ്യതയും പിന്തുണയൊക്കെ നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ അവസാനം ഈ കോടതി വിധി വന്നു നിൽക്കുമ്പോൾ ചെറിയ ആശങ്ക എല്ലാ തലങ്ങളിലുമുണ്ട്. അത് വിധിയായിട്ട് വന്നിട്ടില്ല, അതിൻ്റെ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുമേനി ഇത് ഏത് തലത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് തിരുമേനി കരുതുന്നത്? സുപ്രീം കോടതിയുടെ വിധിയെ കോൺട്രഡിക്റ്റ് ചെയ്യുമോ, ഖണ്ഡിക്കുമോ എന്നൊക്കെ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. ചിന്തിക്കാൻ പറ്റില്ല. അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തന്നെയല്ല, ഈ വരുന്ന 29-30 തീയതികളിൽ നമ്മുടെ ഭാഗം കൂടെ കേൾക്കുവാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിശദമായ വാദം, പഠനം. പഠനം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലേ കോടതി ഒരു തീരുമാനം എടുക്കുകയുള്ളൂ. അതുകൊണ്ട് ആശങ്കയുണ്ടാകാം. എന്നാൽ ഇതിനു മുമ്പ് ഇതുപോലെ ആശങ്കയുണ്ടായ ഒരു സമയം ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു റിസൾട്ട് ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ആവശ്യമാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക വേണ്ടത്. എല്ലാവരും വിമർശിക്കുകയും കുറ്റം പറയുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്നതിന് അങ്ങേപ്പുറത്തേക്ക് എല്ലാവരും പ്രാർത്ഥിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പറയുന്നു, സമാധാനമുണ്ടായി ഐക്യമുള്ള ഒരു സഭയായി വരത്തക്കവണ്ണമുള്ള ഒരു ചുറ്റുപാട് വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. രൂപപ്പെടണം. അല്ലെങ്കിൽ നമ്മൾക്ക് ഇനി ഒരു 100 വർഷം കൂടെ വ്യവഹാരങ്ങളിലേക്ക് പോകേണ്ടതായിട്ട് വരും. നമ്മുടെ തലമുറയിലും അടുത്ത തലമുറയിലും ഇത് തീരുകയില്ല. അതുകൊണ്ട് ഇപ്പോഴുണ്ടായ ഈ സിറ്റുവേഷനെ ഞാൻ കാണുന്നത്, അത് പ്രാർത്ഥനാപൂർവം നമ്മൾ നിന്ന് നമ്മുടെ ഭാഗം വ്യാഖ്യാനിക്കാനായിട്ട് കോടതി ഒരു അവസരം തന്നാൽ ഈ പറയുന്ന പോലെ വലിയ പ്രതിസന്ധിയില്ലാതെ വരുമെന്നാണ് എൻ്റെ ഒരു വിചാരം. ഞാൻ വിട്ടുപോയൊരു ചോദ്യം കൂടെ ചോദിച്ച് അങ്ങ് അവസാനിപ്പിക്കുകയാണ്. തിരുമേനി വിദേശത്ത് രാജ്യത്ത് പഠിക്കുകയും അവിടുത്തെ ശുശ്രൂഷകളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. കേരളത്തിന് പുറത്തുള്ള ഒരു ഭദ്രാസനത്തിൻ്റെ ചുമതല വഹിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. കേരളത്തിന് പുറത്തേക്കുള്ള കുടിയേറ്റം, പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തേക്കുള്ള ഒരു കുടിയേറ്റം വർദ്ധിതമായ രീതിയിൽ നടക്കുമ്പോൾ മലങ്കര സഭയുടെ മുൻപോട്ടുള്ള ഒരു ഭാവി എങ്ങനെയാണ്, ഈ സഭയുടെ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഒന്ന് വിശദീകരിക്കാൻ പറ്റും? സഭ അങ്ങോട്ട് പോകണം. മിനിസ്ട്രി അവിടെ ആവശ്യമുള്ളേ, മിനിസ്ട്രി ആവശ്യമുള്ളിടത്ത് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏജ്ഡായിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടുന്ന അതിനനുസരിച്ചുള്ളൊരു മിനിസ്ട്രി ഇവിടെ രൂപപ്പെടുത്തണം. പോകുന്ന ആളുകളെ തേടിപ്പോകുന്ന ഒരു മിനിസ്ട്രി സഭ രൂപപ്പെടുത്തണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഏഷ്യ പസഫിക് ഭദ്രാസനത്തിനും കാനഡ ഭദ്രാസനത്തിനെയും വേണമെന്ന് അനുകൂലിച്ചതും സപ്പോർട്ട് ചെയ്തതും നിർബന്ധിച്ചതുമായ ഒരാളാണ്. കാരണം ഈ അടുത്ത കാലങ്ങളിൽ അവിടെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മളുടെ സഭയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവുകയും ഇപ്പോൾ വരുന്ന ആളുകളെ സംഘടിപ്പിച്ച് നിർത്തുകയും ചെയ്തില്ല എങ്കിൽ അവിടെ വരുന്ന ആളുകൾ ഏതെങ്കിലും ഒരു വിഭാഗത്തോട് ചേർന്ന് ആയുഷ്കാലം മുഴുവൻ പിന്നെ അതിലായിപ്പോവും, നമ്മളില്ലാതാവുകയും. അപ്പം നമ്മുടെ പ്രസൻസ് ഇപ്പോൾ അവിടെ ഉണ്ടാവണം. സഭ അവരെ തേടി പോകണം, അവരുടെ പിന്നാലെ അവരുടെ മുന്നേ പോകണം. ഇപ്പോൾ MGOCSമത്തിൽ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂരിലും ഹൈദരാബാദിലും പഠിക്കുവാനായിട്ട് ജോലിക്കായിട്ട് വരുന്നവരെ ഈ MGOCSമിലൂടെ അവർക്ക് കണക്ട് ചെയ്താൽ താമസിക്കാനായിട്ട്, നമുക്ക് അവിടെ എങ്ങും കെട്ടിടങ്ങളൊന്നുമില്ല, പക്ഷേ അവർക്ക് കുറേ കൂടെ സ്യൂട്ടബിളായിട്ടുള്ള സ്ഥലങ്ങളിൽ അവരെ കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള 2 സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് കാനഡയിൽ ചെയ്യണം, ഓസ്ട്രേലിയയിൽ ചെയ്യണം. അവിടെ ആളുകൾ, ഇവിടുന്ന് പോകുന്ന ആളുകൾക്ക് അതിനനുസരിച്ചുള്ള നമ്മളതിന് പരിശ്രമിക്കുന്നുണ്ട്. ഒരാൾ ഇവിടെ നിന്ന് പോയാൽ എങ്ങോട്ടാണ് പോകുന്നത്, എവിടെയാണ് എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ക്രമീകരണങ്ങളോടൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ എന്താവശ്യമുണ്ട്, അത് കുർബാന മാത്രം. ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധി അവിടെയൊക്കെ നേരിടുന്നുണ്ട്. ചെല്ലുന്ന ആളുകളെല്ലാം മെമ്പർഷിപ്പ് എടുക്കണമെന്നും ഉടനെ തന്നെ മാസവരി കൊടുക്കണമെന്നും പറഞ്ഞ് പല കുട്ടികളും ഇപ്പോൾ പള്ളിയിൽ പോകുന്നില്ല. അത്തരൊരു പിടിവാശിയുടെ ആവശ്യമുണ്ടോ? അല്ല, പക്ഷേ അത് മനസ്സിലാക്കണം. ഈ മെമ്പർഷിപ്പും ഒക്കെ സ്വാഭാവികമായിട്ട് വന്നു ചേരും. ഇപ്പോൾ അവർക്ക് വേണ്ടതായിട്ടുള്ള ബേസിക് ഫെസിലിറ്റീസ്, അവർക്ക് വേണ്ടതായിട്ടുള്ള ആത്മീക അടിത്തറയൊക്കെ ഇട്ട് കൊടുക്കണം. അതിന് ചെയ്യാമെങ്കിൽ സഭ അവിടെ വളരും. അവരുടെ ആരാധനാ ജീവിതത്തിൽ കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. അത് ആരാധനാ ജീവിതം മാത്രമല്ല, അവർക്ക് അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ താമസിക്കാനൊരു സൗകര്യം വേണമായിരിക്കും. അവർക്ക് ഒരു പക്ഷേ ഒരു ഡയറക്ഷൻ വേണമായിരിക്കും.
അതൊക്കെ കൊടുക്കാനായിട്ടുള്ള ആ ഭൂമിയേക്കനുസരിച്ചുള്ളൊരു ഒരു ക്രമീകരണ സഭ ഉണ്ടായാൽ അവരോർക്കും എൻ്റെ സഭ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഔട്ട്റീച്ച് ആയിരിക്കണം നമ്മുടെ ഇനിയുള്ള അപ്രോച്ച് എന്നാണ് എൻ്റെ വിചാരം. ഇങ്ങോട്ട് പള്ളിയിലോട്ട് എല്ലാവരും വരട്ടെ എന്നുള്ളതല്ല, സഭ അങ്ങോട്ട് പോകണം, അവരുടെ പിന്നാലെ പോകണം. മലങ്കര സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭദ്രാസനമാണ് തുമ്പവൻ ഭദ്രാസനം. കഴിഞ്ഞ കുറേ നിമിഷങ്ങളായി നമ്മളോടൊപ്പം തുമ്പവൻ ഭദ്രാസനത്തിൻ്റെ ചുമതല വഹിക്കുന്ന അഭിമന്യ എബ്രഹാം മാർ സെറാഫിം തിരുമേനിയാണ് നമ്മളോടൊപ്പം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധനായ പരുമല തിരുമേനി മുതൽ ഇങ്ങോട്ട് പുത്തങ്കാവിൽ കൊച്ചു തിരുമേനി, ദാനിയൽ മാർ ഫീലക്സിനുസ് തിരുമേനി മലങ്കര സഭയുടെ മുൻപോട്ടുള്ള യാത്രകളെപ്പറ്റി കൃത്യമായ ദർശനവും ബോധ്യവുമുണ്ടായിരുന്ന പിതാക്കന്മാർ ചുമതല വഹിച്ചിരുന്ന ഭദ്രാസനം. അഭിമന്യ ക്ലിമിസ് തിരുമേനിയുടെ ശക്തമായ നേതൃത്വം തുടർന്ന് വന്നു ചേർന്നിരിക്കുന്ന എബ്രഹാം മാർ സെറാഫിം തിരുമേനി മലങ്കര സഭയുടെ അടുത്ത തലമുറകൾ എങ്ങോട്ടായിരിക്കണമെന്ന്, മലങ്കര സഭയുടെ ഭാവി എങ്ങനെയായിരിക്കണം, മലങ്കര സഭയുടെ സാമൂഹിക ദർശനം എങ്ങനെയായിരിക്കണം, ആത്മീയ ജീവിതം എങ്ങനെയായിരിക്കണം, അത് ക്രിസ്തുവിൽ രൂപപ്പെട്ട് അടിസ്ഥാനപ്പെട്ട് വളർത്തപ്പെടേണ്ട ഒന്നാണെന്ന കൃത്യമായ ബോധ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന അഭിമന്യ തിരുമേനിയുടെ വാക്കുകൾ സഭയ്ക്ക്, സമൂഹത്തിന്, വിശ്വാസ സമൂഹത്തിന് ഒരു പ്രചോദനമാണ്, പ്രത്യാശയാണ്. മുൻപോട്ടുള്ള യാത്രകളിൽ തിരുമേനിക്ക് ശക്തമായ നേതൃത്വം ഈ ഭദ്രാസനത്തിനും സഭയ്ക്കും സമൂഹത്തിനും നൽകുവാനായിട്ട് ദൈവം കരുണ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ എല്ലാവിധമായ നന്ദിയും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.